പ്രിയപ്പെട്ടവരെ, നമസ്കാരം. ചിങ്ങമാസം തീരുന്നതിന് മുമ്പ് സമാരംഭിക്കണമെന്ന് കരുതിയിരുന്ന ചിങ്ങമാസം കൊല്ലവർഷം 13-ാം നൂറ്റാണ്ടിലെ ചിങ്ങമാസം അവസാനിക്കുകയാണ്. പ്രാചി ഇങ്ങനെ ആവട്ടെ, പ്രാചിയുടെ തുടക്കം. ഇത് അപ്രതീക്ഷിതമായി പെട്ടെന്ന് ചെയ്തെടുത്താണ്. അത് എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാൾ ചെയ്തതെന്നാണ്. ഇന്ന് പെട്ടെന്ന് റെക്കോർഡ് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു, പറ്റിയില്ല. സാങ്കേതികമായി ചില അപാകങ്ങൾ വീണ്ടും തിരുത്താനുണ്ട്. പിന്നെ ഒറ്റയ്ക്കുള്ള ഒരു പ്രയത്നങ്ങൾക്ക് പറ്റുന്ന എല്ലാ അബദ്ധങ്ങളും ഉണ്ട്, അറിവ് കുറവിൻ്റെ ഉണ്ട്. അപ്പം പിന്നെ സാങ്കേതികമായി ചിലർ സഹായിക്കാൻ എത്തിയിട്ടുണ്ട് ഇന്ന്. അപ്പോൾ ഇന്ന് വൈകിട്ട് അങ്ങനെ ഒരു റെക്കോർഡിംഗ് ഒന്നും നടന്നില്ല. അതുകൊണ്ട് ഇങ്ങനെ ആവാനാവും ഇതിൻ്റെ യോഗം. ഇതിൻ്റെ അനൗപചാരികമോ ഔപചാരികമോ എന്തായാലും ഈശ്വരീയമായ ഒരു എന്താ പറയുക, ഒരു തുടക്കമാണ്, ലഘു തുടക്കം. അഷ്ടമരോഹിണിയാണ്. ഇതൊരു കിഴക്ക് എന്ന് പറഞ്ഞ പ്രാചിയുടെ വാക്കിൻ്റെ അർത്ഥം കിഴക്കെന്നാണ്. പ്രാചി പ്രതീചി അങ്ങനെ പോകുമല്ലോ. പ്രാച്യം കിഴക്കൻ ദേശമാണ്. അപ്പം ഇതിൻ്റെ പഴയ ആഗ്രഹമാണ് ഈ പേരൊക്കെ, പുതിയതായിട്ട് ഇട്ടതല്ല. അപ്പോൾ അത് പ്രാചി. അങ്ങനെ ഈ ജ്ഞാനത്തിൻ്റെ പ്രഭാവമാണ് കിഴക്ക്, ഉദയത്തിൻ്റെ സ്ഥലമാണ് കിഴക്ക്, ജ്ഞാനോദയത്തിൻ്റെ സ്ഥലം. അർത്ഥത്തിൽ ഇംഗ്ലീഷിൽ എൻലൈറ്റൻമെൻറ്റിൻ്റെ ലോകത്ത് ജ്ഞാനത്തിൻ്റെ വിത്തം ഏറ്റവും കൂടുതൽ കേന്ദ്രീകരിച്ചത് ചരിത്രത്തിൽ ഭാരതത്തിൽ തന്നെയാണ്, യാതൊരു സംശയമില്ല. അതുകൊണ്ട് ആ അർത്ഥത്തിലാണ് വിദേശി നമ്മളെ കിഴക്കെന്ന് വിളിച്ചതിനെ ഓറിയൻ്റലിസ്റ്റ് എന്ന് വിളിച്ചതിനെ അർത്ഥമാക്കിയല്ല. ആ അർത്ഥത്തിൽ പ്രാചി ജ്ഞാനോദയത്തിൻ്റെ, ഞാൻ പറഞ്ഞ ഭൗതികമായ വിദ്യകളുടെ ഉദയത്തിൻ്റെ രണ്ടും എല്ലാ, അതെന്തും ആയിക്കോട്ടെ, പരയായിക്കോട്ടെ അപരയായിക്കോട്ടെ, വിമാനം പറത്താനുള്ള വിദ്യ ആയിക്കോട്ടെ, മഹത്തായ എടുപ്പുകൾ പണിയാനുള്ള വിദ്യ ആയിക്കോട്ടെ, കണങ്ങളെ കണ്ടുപിടിക്കുന്ന വിദ്യ ആയിക്കോട്ടെ, ചരവും അചരവും ഗോചരവും അഗോചരവും ഈ പറഞ്ഞ അന്തർമണ്ഡലങ്ങളും ഉപരിമണ്ഡലങ്ങളും ഒക്കെ കടന്ന വിദ്യകളുടെ ഇത്ര വലിയൊരു ആഗ്രഹത്തെ ലോകത്ത് കണ്ടെത്താൻ കഴിയില്ല. ലോകത്തെങ്ങും കണ്ടെത്തിയിട്ടില്ല, ലോകത്തെങ്ങുമില്ല. അതുകൊണ്ട് ആ അർത്ഥത്തിൽ കിഴക്ക് ജ്ഞാനസൂര്യൻ്റെ, ജ്ഞാനാർക്കൻ്റെ, അരുണരശ്മികളുടെ പ്രഭവമാണ്, നാഭിയാണ്. അത് അത്തരം വലിയ പ്രസരണങ്ങൾ നമ്മളുടെ ഈ ചെറിയ കൂട്ടത്തിന് ചെയ്യാൻ കഴിയിട്ട് ധാരാളം ആൾക്കാർ ചെയ്യുന്നുണ്ട്. മുമ്പ് ഇതൊക്കെ നമ്മളൊക്കെ ചിന്തിച്ചിരുന്ന കാലത്ത് പലരും ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഇപ്പം ധാരാളം ആൾക്കാർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൂട്ടത്തിൽ കൂടുക എന്നുള്ളതിനപ്പുറത്തേക്ക് വലിയ ദൗത്യങ്ങൾ ഇതിന്മേൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും പലരും പല സ്ഥലത്തിരിക്കുന്നവരാണ്. ഞാൻ പറഞ്ഞിരിക്കുന്ന ഇതിനോട് സഹകരിക്കുമെന്ന് ഞാൻ കരുതുന്ന പലരും പല സ്ഥലത്തിരിക്കുന്നവരാണ്. അതുകൊണ്ട് അതൊക്കെ എങ്ങനെയാവും എന്താവും എന്നൊന്നും എനിക്ക് അറിയില്ല. പിന്നെ ഞാൻ കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മളിതിൻ്റെ ടാഗ് ലൈൻ ചാണക്യൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചാണക്യനീതിയിൽ നിന്നാവും, രാഷ്ട്രമായിട്ട് ബന്ധപ്പെട്ട തന്നെയാവും വരിക. എങ്കിലും അതിൻ്റെ ഇംഗ്ലീഷ് ഒരു പാഠമെന്ന് പറയുന്നത് മിഷൻ സിവിലൈസേഷണൽ റീബാലൻസിങ് ആണ്. അതൊരു ജിയോ പൊളിറ്റിക്കൽ, ഈ ഭൂഗോള രാഷ്ട്രീയത്തിലെ ഭൗമരാഷ്ട്രീയത്തിലെ ഒരു പ്രധാന വാക്കാണ്. ഭാരതത്തെ സംബന്ധിച്ച് അന്തർദേശീയമായിട്ട് കഴിഞ്ഞ 11 വർഷമായിട്ട് അത് കൃത്യമായി ഭാരതം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കേരളത്തിൽ നിന്നുകൊണ്ട് ആ വാക്ക് ഇന്ത്യയിൽ ഒരു സ്ഥലത്ത്, ഭാരതത്തിൽ ഒരു സ്ഥലത്ത് ആ വാക്ക് ഏറ്റവും ഉതകുന്നത് കേരളത്തിനാകും. കേരളത്തിൽ നിന്നുകൊണ്ട് നമ്മൾ കൃത്യമായി സിവിലൈസേഷൻ റീബാലൻസിങ് കേരളത്തിൽ നടത്തണം. അങ്ങനെ വിശ്വസിക്കുന്ന ഒരാൾ, അതിനുവേണ്ടി ജീവിക്കാൻ ആഗ്രഹിച്ച ഒരാളും കൂടെ ഞാനത്. ഇതിന്മേൽ തർക്കം ഉണ്ടാകുന്നതാണ്. കേരളം ഭാരതത്തിലല്ലേ എന്നൊക്കെ ചോദിക്കും. പക്ഷേ ഈ സഖ്യൻ ഇങ്ങനെ മറച്ചു പിടിച്ചിരിക്കുന്ന ഈ സ്ഥലം 1962 ശേഷം ഒരു രാഷ്ട്രപ്രേരിതമായ, ദേശീയതാ പ്രേരിതമായ ഒരു കവിത തപ്പി ഞാൻ ഒത്തിരി നടന്നിട്ടുണ്ടെങ്കിൽ ആർക്കെങ്കിലും പറയാം. പി കുഞ്ഞിരാമൻ നാമ ഇൻഡോ ചൈന യുദ്ധകാലത്ത്, ആ കാലത്ത് എഴുതപ്പെട്ടതിൽ അപ്പുറത്തേക്ക് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഭാരതീയം, മധുസൂദൻ നായർ സാറിൻ്റെ ഭാരതീയമാണ് കണ്ടത്. പിന്നെ മറ്റൊരർത്ഥത്തിൽ വിഷ്ണുനാഥ നമ്പൂരി സാറിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെയുള്ള ഒത്തിരി വിഷയങ്ങൾ സമീപകാലത്ത് ഈ NCERTയുടെ സിലബസ് പരിഷ്കരണവുമായിട്ട് ബന്ധപ്പെട്ട ഡയറക്റ്റീവ്സിൻ്റെ അകത്ത് രാമരാജ്യത്തെ പഠിപ്പിക്കാൻ പറയുന്നു, ബ്രഹ്മേര്യം പഠിപ്പിക്കാൻ പറയുന്നു, ചതുരാശ്രമങ്ങൾ പഠിപ്പിക്കാൻ പറയുന്നു, സിലബസിൻ്റെ അകത്ത് വരുന്നു എന്ന് പറഞ്ഞത് ഇവിടുത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പ്രതിലോമകരം എന്നാണ് പറഞ്ഞത്. അപ്പം നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ, പ്രതിലോമകരം ഇത് RSS ഉണ്ടാക്കിയതല്ലല്ലോ, കഴിഞ്ഞ 11 വർഷമായിട്ടുണ്ടായതല്ലല്ലോ. അപ്പം ഹിന്ദുവിനോടാണ് അടിസ്ഥാനപരമായ പ്രശ്നം. അതുകൊണ്ട് ആ അർത്ഥത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രത്തിൽ, ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യത്തിൽ
ഒരു കമ്മ്യൂണിസ്റ്റ് ജനസ്ഥാനത്തിൽ ഉണ്ടാകാവുന്ന എല്ലാ വിമലീകരണങ്ങളും നടത്തിയെടുക്കേണ്ട എല്ലാ വിമലീകരണ പ്രക്രിയകളും നടത്തിയെടുക്കണം. പണ്ട് 1959 മന്നം പ്രസംഗിച്ച് നടന്ന ഒരു കമ്മ്യൂണിസ്റ്റ് വിദ്യാഭ്യാസത്തിലെ കമ്മ്യൂണിസ്റ്റ് വൽക്കരണം എന്ന് പറയുന്ന ഒരു ഭയത്തോടെ അദ്ദേഹം പറഞ്ഞു നടന്നിട്ടുണ്ട്. അന്ന് കൃത്യമായി ആരെങ്കിലും കേട്ടിരുന്നെങ്കിൽ നമുക്കിപ്പം പ്രാചി എന്നുള്ളതിൻ്റെ സാധ്യത ഉണ്ടാവുമായിരുന്നില്ല. അപ്പം അങ്ങനെ ഒരു വിദ്യാഭ്യാസത്തിൽ നടത്തി നമ്മൾ പോലും അറിയുന്നില്ല, നമ്മളെ ചൂഴ്ന്നു നിൽക്കും, നമ്മളെ ശ്വസിക്കുന്നത് പോലും കമ്മ്യൂണിസ്റ്റ് പ്രയോഗങ്ങളും പദസന്ധികളും സമാസങ്ങളും അവരുടെ ഫ്രേസിയോളജികളും അവരുടെ ഡിക്റ്റങ്ങളും ഒക്കെയാണ്, നമ്മൾ അറിയുന്നില്ല. സത്യത്തിൽ നമ്മൾ ക്യാപിറ്റലിസ്റ്റുകളിൽ ഒന്നും ചുമക്കുന്നില്ല, കമ്മ്യൂണിസ്റ്റ് വിഴുപ്പാണ് നമ്മൾ കയറുന്നത്, നമുക്കറിയില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പ്രായണ അതിൽ നിന്ന് പുറത്തേക്ക് കടക്കണമെങ്കിൽ നല്ല പണിയെടുത്തേ പറ്റൂ. ചിന്തന പ്രക്രിയ ഉൾപ്പെടെ അവരാണ്. നമ്മൾ മുദ്രാവാക്യം വിളിക്കുന്ന കമ്മ്യൂണിസ്റ്റുകളെ കൂട്ടുകയാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ മാന്യ മുതിർന്ന ഒരു സംഘകാര്യകർത്താവ് മരിക്കുമ്പോൾ അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞത് ഇടതിൽ നിന്ന് നമ്മൾ കൈക്കൊണ്ടതാണെന്ന് പറഞ്ഞ സമീപകാലത്ത് നമ്മൾ ഓർക്കുന്നുണ്ട്. അപ്പം അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. ഒരു സിവിലൈസേഷൻ റീബാലൻസിങ് ചർച്ച വന്നപ്പോൾ അങ്ങനെ ചിലരെങ്കിലും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് വേണം. ഞാൻ ഉറപ്പായിട്ടും വെറുതെ വേണം. കേരളം സഹ്യനിപ്പുറത്തെ ഈ മണ്ണ്, സഹ്യനിപ്പുറത്തെ സത്യത്തിൽ സഹ്യനപ്പത്തൊട്ടപ്പുറത്ത് കിടക്കുന്ന തമിഴ്നാട്ടിൽ ഇതേ പ്രശ്നമുണ്ട്. സഹ്യനിപ്പുറത്ത് കിടക്കുന്ന ഈ മണ്ണ് ഗൗരവമായ അത്തരത്തിലുള്ള ഒരു പുനഃസന്തുലന പ്രക്രിയ, ഒരു നാഗരികത എന്ന് ഞാൻ പറയുന്നില്ല, എനിക്ക് നാഗരികതയാണ് ഈ സഭ്യതയുടെ ഭാരതീയ സഭ്യതയുടെ മൂലമെന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ. നഗരങ്ങളല്ല, നാഗരികത എന്ന് പറഞ്ഞാൽ എൻ്റെ മൂലത്തിൽ നഗരങ്ങളുണ്ട്. നമ്മളാ ഒരു ഹാരപ്പൻ ഈ കുറച്ച് സ്ഥലങ്ങളെ കണ്ടിട്ട് അതിന് നഗരങ്ങൾ എന്ന് ഈജിപ്റ്റോളജിസ്റ്റുകളും ഗ്രീക്കോളജിസ്റ്റുകളും സിവിലൈസേഷനെ നഗരങ്ങളായിട്ട് കേന്ദ്രീകരിച്ചാണ് കണ്ടത്. പക്ഷെ നമ്മൾ അങ്ങനെയല്ല കാണുന്നത്. നമുക്ക് 4-5 ലക്ഷം വരുന്ന ഭാരതീയ ഗ്രാമങ്ങൾ ഇതിനെ നിലനിർത്തിയിട്ടുണ്ട്. ഇന്നും ഭാഗോറിലെ ദേവത ഇന്ന് നിങ്ങൾക്ക് ലോകത്തെ ഏറ്റവും പ്രാചീനമായി കണ്ടെത്തിക്കുന്ന ഭാഗോറിലെ ദേവതയാണ്. ഭാഗോറിലെ ദേവത ആ കല്ല്, ആ സ്റ്റോൺ എന്ന് പറയുന്നത്, ഭാഗൂർ സ്റ്റോൺ എന്ന് പറയുന്ന ആ സ്റ്റോൺ ഇന്നും ഇവിടെ പൂജിക്കപ്പെടുന്ന ദേവതയുടെ യോനി പ്രദേശമാണ്. അപ്പോൾ അത് ഇന്നും അത് പൂജിക്കപ്പെടുന്നുള്ളൂ. അതിന് ചുരുങ്ങിയത് ഒരു 9000-10,000 വർഷത്തെ ചരിത്രമുണ്ട്. അതുകൊണ്ടാണ് ഭാരതത്തിലെ ബിംബപൂജയുടെ ഉൾപ്പെടെ ചരിത്രം അത്ര പ്രാചീനമാണ്. കൈരാഗട്ടിൽ പോപ്പുലേഷൻ ജെനറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട് കൈരാഗട്ടിൽ കണ്ടെത്തി. നമ്മളീ പറഞ്ഞാൽ അത്ര പ്രാക്തനതയിൽ നിന്ന് നമ്മൾ വീണ് കിടന്നിടത്തുനിന്ന് നമ്മൾ എഴുന്നേറ്റ് നടക്കുന്ന ഓടി തുടങ്ങുന്ന ഒക്കെ കാലത്തേക്ക് നമ്മൾ വരുമ്പോൾ കേരളം ഈ പറഞ്ഞ പോലെ ഇത് പ്രതിലോമകരമാണോ? ദേശത്തെപ്പറ്റി ഒന്നും പറയാൻ പാടില്ല. ഒരു പൊതുമണ്ഡലത്തിൽ നമുക്ക് ആവശ്യം ഈ കൂട്ടത്തിൽ പലരും പണിയെടുക്കുന്ന കൂട്ടത്തിൽ നമുക്കും പണിയെടുക്കാൻ പറ്റുന്നൊരു സാധ്യതയുണ്ട്. അത്ര ആവശ്യകതയുണ്ട് എന്ന് കരുതുന്നുണ്ട്. അതുകൊണ്ട് ഒരു കലാചാരത്തിൻ്റെ, സഭ്യതയുടെ, സംസ്കാരത്തിൻ്റെ ഈ പറഞ്ഞ പോലെ ചില പരിചയപ്പെടുത്തലുകൾ, അനിവാര്യമായ ചില പരിചയപ്പെടുത്തലുകൾ നമ്മളാൽ കഴിയുന്ന രീതിയിൽ ഇതും കേരളവും ഭാരതം തന്നെയാണ് എന്ന് നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്കും കൂടെ, മറ്റു പലരും ചെയ്യുന്ന കൂട്ടത്തിൽ നമുക്കും കൂടെ ചെയ്യാൻ പറ്റുമെങ്കിൽ സന്തോഷം. ഇല്ലെങ്കിലും കാലം കടന്നു പോകും, നമ്മളും കടന്നു പോകും. പക്ഷേ എന്തെങ്കിലും ചെയ്തുകൊണ്ട് കടന്നു പോയാൽ സന്തോഷം. അതുകൊണ്ട് പ്രാചി ഈ അഷ്ടമി രോഹിണി ദിനത്തിൽ ഇങ്ങനെ ദീർഘിച്ചു പോയി. 5 മിനിറ്റാണ്. വാചാടോപത്തിൻ്റെ പ്രശ്നം എനിക്കുണ്ട്. ഇതൊന്നും 4 മിനിറ്റിലും 3 മിനിറ്റിലും ചുരുക്കാവുന്നതായിരുന്നു. അതുകൊണ്ട് ഇതിനോട് സഹകരിക്കാൻ യുക്തമായ സമയത്ത്, യുക്തമായ മാനദണ്ഡങ്ങൾ, യുക്തമായ സാഹചര്യങ്ങളിൽ, യുക്തമായ വിഷയങ്ങളിൽ എല്ലാവർക്കും ഇതിനോട് സഹകരിക്കാൻ തോന്നട്ടെ. ഇന്ന് അഷ്ടമിരോഹിണിയാണ്. രാത്രി മഴ പെയ്യും. ഭഗവാൻ ജനിച്ച സമയമാണ്. അദ്ദേഹം അങ്ങനെ ആ ഒരു ദിനത്തിൽ തുടങ്ങാൻ കഴിഞ്ഞാൽ സന്തോഷം. അങ്ങനൊരു വീഡിയോ, ഓഡിയോ അതായിരിക്കും. ഞാൻ ഒത്തിരി ശ്രമിച്ചു. ഞാൻ അത്ര ശ്രമിച്ചു. അതിൽ ഒറ്റയ്ക്കാകുന്നതിൻ്റെ ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്. സന്തോഷം. എങ്കിലും ആരെങ്കിലുമൊക്കെ കേൾക്കുന്നെങ്കിൽ സന്തോഷം. പ്രാചി ജ്ഞാനത്തിൻ്റെ ഉദയത്തിൻ്റെ നാഭി.